ഹായ് ഫ്രണ്ട്സ്, കൂട്ടുകാർ, നമ്മുടെ ഇതിപ്പോൾ വൈക്കം ജംഗ്ഷനിലെ ഒരവസ്ഥയാണ് ഈ കാണുന്നത്. ഇപ്പോൾ വെള്ളം ഈ പരുവായി. വെള്ളത്തിൻ്റെ നല്ല ശക്തമായ ഒഴുക്കാണുള്ളത്. അതിൻ്റെ തിരയടിച്ച് കയറുന്ന പോലെ കാണാൻ പറ്റും. കാരണം ഒരു മൂവ്മെൻറ്റ്സും ഇല്ലായെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഫ്ലോ വരുന്നുണ്ട് വെള്ളത്തിൻ്റെ. ഇത് ഞാൻ വെള്ളത്തിൽ തന്നെ നിൽക്കുന്നത്. കടകളിലൊക്കെ ഇങ്ങനെ മാറ്റണം, ഒരു കടയിൽ നിന്ന് മാറ്റി അടുത്ത കടയിലേക്ക് വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഈ കടയിൽ നിന്ന് അടുത്ത കടയിലേക്ക്, അടുത്ത പൊക്കത്തിലേക്ക് മാറ്റാൻ ഉള്ള തയ്യാറുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇനി എന്ത് ചെയ്യണം, ഇനി ഇച്ചിരൂടെ വെള്ളം കഴിഞ്ഞിട്ട് മാറ്റൂ എന്നും പറഞ്ഞ് നമ്മൾ പ്രകാശേട്ടനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി വല്ല മാറ്റാൻ തീരുമാനമുണ്ടോ? ഇല്ല. അതിന് പകുതിയോടെ കഴിഞ്ഞിട്ടേ കയറുള്ളൂ. ചാനലൊന്നും അറിഞ്ഞിട്ടോ മാറ്റമുള്ളതെന്നുമാണ് നമ്മുടെ പ്രകാശേട്ടൻ ഇങ്ങനെ സൈക്കിളൊക്കെ വെച്ചിരുന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് അതൊരു അവസരം പാഴാക്കാതെ നമ്മുടെ രവിചേട്ടന് എല്ലാം കഴിവ് വൃത്തിയാക്കുന്ന ഭാഗം കൂടെയാണ്. വെള്ളത്തിന് കാശ് കൊടുക്കേണ്ടാത്തൊരവസ്ഥ ആയതുകൊണ്ട് എല്ലാം അടിച്ച് കഴുകി ക്ലീനാക്കുന്നൊരു ആണ്. അല്ല ചേട്ടാ, ഏതായാലും വേറെ പണിയൊന്നും നടക്കല്ലേ, ഇന്നിപ്പോൾ ഈ പണിയൊന്നും നടക്കട്ടെന്നല്ലേ? ഇത് വൈക്കം ജംഗ്ഷൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഞാനിവിടെ നിൽക്കുന്ന വൈക്കം ജംഗ്ഷനിലായതുകൊണ്ടാണ് നമ്മൾ ഈ കൂടുതൽ വൈക്കം ജംഗ്ഷൻ്റെ വീഡിയോകളൊക്കെ ഇട്ടത്. ഇത് നാത്താങ്കാവ് ക്ഷേത്രത്തിൻ്റെ വെയിറ്റിംഗ് ഷെഡാണ്. ഇതും ഏകദേശം മുങ്ങി. അവിടെ ഇതുണ്ട്. നമ്മൾ അപ്പുറത്ത് നമ്മുടെ പമ്പ്, നമ്മൾ വർഷങ്ങളായിട്ടല്ലേ കാത്തിരിച്ച ഒരു പമ്പ് നമുക്ക് കിട്ടി. 2-3 കൊല്ലമായുള്ളൂ. പക്ഷേ ആ പമ്പിലും ഏകദേശം വെള്ളം കയറി തുടങ്ങി. അതിൻ്റെ ഈ സൈഡിലേക്കുന്ന ജെ ഇലക്ട്രോണിക്സ്, നമ്മുടെ ജോജിയുടെ കടയിലും ഏകദേശം വെള്ളമൊക്കെ കയറി. ജോജി ഇപ്പം തട്ടിൻ്റെ മണ്ടയ്ക്ക് നിന്ന് ആലോചിക്കുകയാണ് ഇനി എന്ത് ചെയ്യണം എന്നൊരവസ്ഥയിലാണ് ജോജി. ജോജി എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കട അടയ്ക്കണോ, കട തുറന്നു വെക്കണോ, അതോ ഹെലികോപ്റ്റർ വാങ്ങിക്കണോ എന്നൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് ജോജി, അല്ലേ? നമ്മുടെ ഒന്നും എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് ഈ വായ്പൻ്റെ. പക്ഷേ ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം ഭയങ്കരമായിട്ട് അതീതമായിട്ട് ഉണ്ട്. ഇപ്പം നമ്മുടെ കട മേലുള്ള ഓഫീസ് മേളിലാണ് ഇൻഷുറൻസിൻ്റെ. പക്ഷേ അത് നമ്മൾ ബാധിക്കുന്നില്ല. പക്ഷേ എന്നാലും ഒരു നിലയുടെ പകുതിയൊക്കെ മുങ്ങിയ ഒരവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ മാർട്ടിനിവിടെ എത്തിയിട്ടുണ്ട്. ഈ മാർട്ടിനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമ്മുടെ ഈ വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് കാണുന്ന മാർട്ടിൻ്റെ സ്ഥലങ്ങളും വീട്ടിലൊന്നും കയറുന്നില്ല. പക്ഷേ കടയിലും അപ്പുറത്ത് 2028 വെള്ളം കയറിയായിരുന്നു അല്ലേ? നമ്മുടെ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2018 ശേഷം, ആ പ്രളയം ഉണ്ടായതിന് ശേഷം മുതൽ മുഴുവൻ വെള്ളം കയറും. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കണക്കുകളിൽ വെച്ചാണെന്നുണ്ടെങ്കിൽ ഈ മണ്ണുകാര്യത്തിൽ മാർട്ടിന് ഈ വെള്ളത്തിനെ കുറിച്ച് നമ്മുടെ ഇവിടെ സാറിന് ഈ വരുന്ന വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് പറയാനുള്ള എന്താണ്? മാർട്ടിന് പല സ്ഥലങ്ങളിലും കറങ്ങുന്ന ആളാണല്ലോ, റാന്നിയൊക്കെ ആണെങ്കിലും. ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഇത് പറയുകയാണെങ്കിൽ 2018 ആ പ്രളയകാലം തൊട്ടാണ് ഇവിടെ നമ്മുടെ ഈ റാന്നി, വായ്പൂര്, കോട്ടാളി ഈ മേഖലയിൽ ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണല്ലേ ഒരു മഴയ്ക്ക് തന്നെ ഇത്രയും വെള്ളം കയറുന്നതിൻ്റെ മെയിൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചാണെന്നുണ്ടെങ്കിൽ മണ്ണ് വാരിച്ച് വീണ്ടും തുടങ്ങണം എന്നാണ്. തുടങ്ങണം, പുനഃക്രമീകരിക്കണം, അതിനുള്ള നടപടി എടുക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അതിൻ്റെ. കാരണം മെയിനായിട്ട് ഇത് തന്നെ കണ്ടില്ലേ, ഒരു മഴയ്ക്ക് തന്നെ ഇത്രയും വെള്ളം ഈ വായ്പൂര് മേഖലയിൽ കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഇതാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, റാന്നിയാണേലും മുഴുവൻ വെള്ളത്തിനടിയില്ല. റാന്നി മേഖലയിൽ കാര്യമായിട്ട് വെള്ളം പ്രതീക്ഷിക്കാതെ നേരം വെള്ളത്തപ്പത്തെ കാണാം പലരും വെള്ളമായി എന്നും പറഞ്ഞ് ഫോൺ വിളിക്കുന്നു. അതനുസരിച്ചാണ് നമ്മൾ അറിയുന്നുള്ളൂ ഇവിടെ നമ്മളെ. മണ്ണ് വാരിച്ച് പുനഃക്രമീകരിക്കണമെന്നുള്ളൊരു അത് ക്ലാസ് വെച്ചോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഇതായിട്ട് മണ്ണ് വാരിച്ച് തുടരാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്കൊന്ന്. കാരണം വെച്ചാൽ ഒരു മഴയ്ക്ക്, ഇന്നലെ ഒറ്റ ദിവസത്തെ മഴയ്ക്ക് ഇത്രയും ഒരു വെള്ളം കയറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര. ഇതിപ്പം 2018 കയറി നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് 19, 20 അങ്ങനെ ഒരു തവണയും കൂടി ഇതുപോലെ നിന്ന് വെപ്പിക്കുക. ഇന്ന് തന്നെ നമുക്കറിയാം നിമിഷ നേരം കൊണ്ടാണ് ഇവിടെ വെള്ളം കയറിയത്. രാവിലെ 8 മണി വരുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നും കടകളിലേക്ക് വെള്ളമില്ല. കടകളിൽ വെള്ളമൊന്നുമില്ല. നമ്മളെ അടുത്ത ആളിലേക്ക് എത്താം. ഇത് നമ്മുടെ ബീച്ചേട്ടനാണ്. ബീച്ചേട്ടൻ്റെ വീട് ഏകദേശം പകുതി വെള്ളത്തിൽ കയറുന്ന അവസ്ഥയിലാണ് ഇപ്പം. അപ്പോൾ ബീച്ചേട്ടനെ കുറിച്ച് നമുക്ക് അറിയാം. മണൽ വാലിനെ കുറിച്ചൊക്കെ എന്നാ പറയാം? നമുക്ക് മണൽ വാരാനൊക്കെ തുടങ്ങിയാൽ ഇത്രയും വെള്ളം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല.
പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം വെള്ളം വന്ന് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല ഇതിനകത്ത്. എല്ലാം സഹിക്കുക, ഫോട്ടോ എടുക്കല്ലോ കേട്ടോ. എല്ലാം സഹിക്കുക. ഫോട്ടോ എടുക്കണം, വെള്ളത്തിൽ നിന്നുള്ള ഫോട്ടോ എടുക്കും. ഇപ്പൊ എന്റെ തിരക്കകത്താണ് ഒരാൾ വെള്ളമായി. ഇത് സ്ഥിരമായിട്ട് വരുന്നു തോന്നുന്നു. നമുക്ക് കല അടുപ്പിച്ച് ഇപ്പൊ 2-3 പ്രാവശ്യം അടുപ്പിച്ചായില്ലേ ഈ വെള്ളപ്പൊക്കം? മണൽ പാലിച്ചുകൊണ്ട് ഇത്രയും വെള്ളം നമുക്ക് കയറത്തില്ല. ഇപ്പം 6 പൊങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഈ വെള്ളമൊക്കെ ഇങ്ങനെ കയറുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് തന്നെ രാവിലെ നിസ്സാര വെള്ളം കടന്നിടത്താണ് നിമിഷകരമാണ് പുള്ളിയുടെ വീട്ടിൽ. രാവിലെ 7 മണി രാവിലെ ഉണ്ടോ? ഇല്ല, 6-7 മണിയാകുമ്പോഴത്തേക്ക് വെള്ളം ഇല്ല. 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വെള്ളം വരാൻ തുടങ്ങിയത്. ഇപ്പം 10-11 6 മണിയായപ്പോ ഞങ്ങള് പുള്ളിയെ വീട്ടിൽ ചെന്ന് സാധനങ്ങളും എല്ലാം മാറ്റുന്ന സമയത്ത് ഇത്രയും വെള്ളമില്ലായിരുന്നു. നിമിഷകരം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കട്ടിലുകള് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നശിച്ചു പോകും. വെള്ളം കയറി നമ്മൾ എന്തൊക്കെയാ മാറ്റുന്നത് ഇവിടം വരെ? വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, ഇതെല്ലാം ഇങ്ങോട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാധനമല്ല. അടച്ചിട്ട് ഇറങ്ങി പോരുവാന്നുള്ളത് കഴിഞ്ഞ് വേറെ ഒന്നും അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനിപ്പോ എന്ത് ചെയ്യണം? ആർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമൊന്നുമില്ല. നമുക്ക് നമ്മുടെ അടുത്ത് ഇത്ര 6 കിടക്കുന്നുണ്ട്. അതിലെ മണൽ വാരാനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കുറയുമായിരിക്കും, മാറ്റം ഉണ്ടാവുമായിരിക്കും. മണൽ പുനർക്രമീകരിക്കുക എന്നുള്ള അതിനൊരു പാസ് അടിസ്ഥാനത്തിലോ പഞ്ചായത്തിന്റെ ഇതായിട്ടോ ഏതെങ്കിലും ഒരു അടിസ്ഥാനപരമായിട്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. 2018, 2021, ഇപ്പൊ 26 അതിനു മുമ്പ് വെള്ളം കയറുന്നില്ലായിരുന്നല്ലോ ഈ മണ്ണ് വായിച്ചുള്ള സമയത്ത്. ഇല്ലായിരുന്നു. അത് നിന്ന് കഴിഞ്ഞ ഒരു 10 വർഷം കഴിഞ്ഞില്ലേ വെള്ളം കയറാൻ തുടങ്ങിയേക്കുന്നത്. ആറ്റിൽ ആവശ്യം പോലെ മണ്ണായി വേണം മാറാം. അതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കണമെന്നതിനെ കുറിച്ച് അധികാരികള് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ? 2 ദിവസം മഴ നിന്നാൽ തന്നെ നമുക്കറിയാലോ 6 ഫുള്ള് മണ്ണായിട്ട് തന്നെ തെളിഞ്ഞു നിൽക്കും. ഇപ്പൊ റാന്നിയുടെ അവസ്ഥ തന്നെയാണല്ലോ. ഇപ്പൊ റാന്നി നമ്മളെക്കാളും അവസ്ഥ റാന്നി രാവിലെ ഭയങ്കര മോശം. ചാനലുകളൊക്കെ കയറാൻ തുടങ്ങി. പലരും കട അടച്ചിട്ട് പോകുന്നുണ്ടോ. ഇപ്പം വെള്ളം ഇനി നോക്കാനൊന്നുമില്ല. കുറച്ചൊക്കെ മാറ്റിയൊക്കെ മാറ്റി വെച്ചു. അതിനുശേഷം കടകൾ അടച്ച് പോവുക എന്നുള്ളതാണ് ഒറ്റ മാർഗ്ഗം. അങ്ങനെ അടച്ചിട്ട് പോയതാണ് പലരും ഇവിടെ ഉള്ളത്. അപ്പം ഇതിനെക്കുറിച്ച് നമുക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വെള്ളത്തിനെ കുറിച്ച് എന്ത് പറയാനാണ്? പക്ഷെങ്കിൽ ഇതുപോലുള്ള വരുമ്പോൾ നമ്മുടെ സംഘടനകൾ നമ്മുടെ ഇത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഇതെങ്ങനെ ഇനി വെള്ളപ്പൊക്കത്തെ തടയാമെന്നുള്ളതിനെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വെള്ളപ്പൊക്കങ്ങൾ ഇനിയും വരാം. ഇതിപ്പം അതുകൊണ്ടാണ് 2 നിലയുടെ മണ്ടയ്ക്ക് നിന്ന് എടുത്തതല്ലേ. ഈ വെള്ളം എത്ര റോഡിലുണ്ടെന്നുള്ളത് ഈ വാഹനം കടന്നു പോകുന്നവരുടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, ഇത്രയും വെള്ളത്തിലൂടെയാണ് വാഹനം, ജീപ്പൊക്കെ പോലുള്ള വാഹനം ആയതുകൊണ്ടാണ് ചെത്ത് പോയി കിട്ടി.